Hello everyone, welcome to XNY J channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് എഞ്ചിനീയറിംഗ് ഫിസിക്സ്. മൈസെൽഫ് മുഹമ്മദ് സിയാൻ, ഞാൻ IIT ഡൽഹിയിലെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് സ്റ്റുഡൻ്റ് ആണ്. സോ എന്താണ് എഞ്ചിനീയറിംഗ് ഫിസിക്സ്, എന്താണ് അതിൻ്റെ സ്കോപ്പ്, എന്തൊക്കെയാണ് അതിൽ പഠിക്കുക, അതേപോലെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ കമ്പനിയിലാണ് പ്ലേസ്മെൻറ്റ് കിട്ടുക, എന്തൊക്കെയാണ് ഹയർ സ്റ്റഡീസ് ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ എന്താണ് എഞ്ചിനീയറിംഗ് ഫിസിക്സ്? എഞ്ചിനീയറിംഗ് ഫിസിക്സ് ആ പേരിൽ തന്നെ ഉണ്ട് എന്താണുള്ളത്. എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഒരു കോമ്പിനേഷനാണ് എഞ്ചിനീയറിംഗിൻ്റെയും ഫിസിക്സിൻ്റെയും. വേറെ ഒരു ടേമിൽ പറഞ്ഞാൽ BSc ഫിസിക്സ് 3 ഇയർ പ്രോഗ്രാമാണ്. അതിനെ നീട്ടി വലിച്ചൊരു 4 ഇയർ പ്രോഗ്രാം ആക്കി മാറ്റി, 4 ഇയർ BTech പ്രോഗ്രാം ആക്കി മാറ്റിയിട്ട് അതാണ് എഞ്ചിനീയറിംഗ് ഫിസിക്സ്. ഓക്കെ, കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ എന്താണ്, സ്റ്റുഡൻസ് ലേൺ ഹൗ ടു അപ്ലൈ ഫിസിക്സ് പ്രിൻസിപ്പിൾ ടു കൺസ്ട്രക്ട് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക് ആൻഡ് മെക്കാനിക്കൽ സിസ്റ്റം യൂസ്ഡ് ഇൻ മെഷർമെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ കളക്ഷൻ. ഓക്കെ, സോ എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ കുറച്ച് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കുന്ന പല കാര്യങ്ങളും എഞ്ചിനീയറിംഗ് ഫിസിക്സിനുള്ളിൽ പഠിക്കും. ആൻഡ് അതേപോലെ കുറച്ച് മെക്കാനിക്കൽ സിസ്റ്റമായിട്ടുള്ള, കാരണം ഫിസിക്സ് ആണല്ലോ, അതൊക്കെ ഫിസിക്സിന് അണ്ടറിൽ വരുന്നതാണല്ലോ. എന്നിട്ട് എന്താണ്, അത് എന്തിനു അപ്ലൈ ചെയ്യും? മെഷർമെൻറ്റ്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ കളക്ഷൻ, അതുപോലെ ഫിസിക്സ് എക്സ്പെരിമെൻറ്റ്സിനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, അതുമായിട്ട് ഡീൽ ചെയ്യണത്, അതിനെങ്ങനെ മാനേജ് ചെയ്യുന്ന, അതിനെ ഓപ്പറേറ്റ് ചെയ്യണത്, അതിനെ ബിൽഡ് ചെയ്യണത് ഒക്കെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് പഠിച്ചവരാണ് ചെയ്യുക. എന്താണ് അതിനുള്ളിൽ പഠിക്കുന്നത്? ആദ്യമായിട്ട് ബേസിക്കായിട്ട് ഫിസിക്സിൽ നമ്മൾ പഠിച്ചു വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിസം കുറച്ചുകൂടി ഡീപ്പ് ലെവലായിട്ട് നമ്മൾ പഠിക്കും. ആൻഡ് കമ്പയർഡ് ടു BSc ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ പല ടോപ്പിക്സും BSc ഫിസിക്സിൽ പഠിപ്പിക്കുന്നതിനാൽ അധികം ഡീപ്പായിട്ട് എഞ്ചിനീയറിംഗ് ഫിസിക്സിൽ പോകും. ആൻഡ് അതേപോലെ നമുക്ക് BSc കഴിഞ്ഞ് MSc പഠിച്ചു കഴിഞ്ഞിട്ട് MTech എടുക്കാനേ കഴിയുള്ളൂ. ഡയറക്റ്റ് BSc പഠിച്ചു കഴിഞ്ഞിട്ട് MTech എടുക്കാൻ കഴിയില്ല. അതേസമയത്ത് BTech എഞ്ചിനീയറിംഗ് ഫിസിക്സ് പഠിച്ച ഒരു വ്യക്തിക്ക് ഡയറക്റ്റ് MTechലേക്ക് പോകാം. MTech ഇൻ ഫിസിക്സത്തെ ഡിപ്പാർട്ട്മെന്റ് വരുന്ന MTech ഉണ്ട്. ഞാൻ ശേഷം പറയുന്നതാണ് ഏതൊക്കെ MTech ആണ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ വരുന്നത്. ആൻഡ് അടുത്ത ഇലക്ട്രോ മാഗ്നറ്റിസം പഠിപ്പിക്കും, അതുപോലെ ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കും, അതുപോലെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ഇത് ഇലക്ട്രിക്കലിലുള്ളതാണ്. ഓക്കെ, ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, അത് ഇലക്ട്രിക്കലിൽ നിന്ന് വരുന്നതാണ്. ദെൻ കമ്പ്യൂട്ടേഷൻ ഫിസിക്സ്, അതുപോലെ ക്ലാസിക്കൽ മെക്കാനിക്സ്, ഒപ്റ്റിക്സ് ആൻഡ് ഫോട്ടോണിക്സ്, സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്. ഇതാണ് റഫ് ഐഡിയ. ഇത് നമ്മൾ കോളേജ് അനുസരിച്ചിട്ട് എഞ്ചിനീയറിംഗ് ഫിസിക്സിന്റെ സിലബസ് മാറും, ഓരോന്നിൻ്റെ വെയിറ്റേജ് മാറും. അപ്പോൾ ഞാൻ പഠിക്കുന്ന IIT ഡൽഹിയിൽ വെയിറ്റേജ് കൊടുക്കുന്നത് ഒന്ന് കമ്പ്യൂട്ടേഷൻ ഫിസിക്സിനും അതുപോലെ ഒപ്റ്റിക്സ് ആൻഡ് ഫോട്ടോണിക്സും ആണ്. ഒപ്റ്റിക്സിന്റെ പല ബുക്കും ഫേമസ് ആയിട്ടുള്ള ബുക്ക്, ഇന്റർനാഷണൽ ലെവൽ വരെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് നമ്മുടെ അവിടുത്തെ പ്രൊഫസേഴ്സാണ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ ഓതേഴ്സ്. അതേപോലെ ഒപ്റ്റിക്സിന്റെ ഫെസിലിറ്റിയും ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് IIT ഡൽഹിയിൽ. സോ അതാണ് പഠിക്കുന്നത്. ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നൽ സിസ്റ്റം, എങ്ങനെയാണ് സിഗ്നൽ പ്രോസസ്സിങ്, അതിന് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ഒക്കെയാണ് വരുന്നത്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് നിങ്ങൾ +2 പഠിക്കുന്ന ലോജിക് ഗേറ്റ്സ്, അതിന്ന് സ്റ്റാർട്ട് ആവും. എന്നിട്ട് കുറച്ച് ഹയർ ലെവൽ ഇലക്ട്രോണിക്സിലേക്ക് പോകും, ട്രാൻസിസ്റ്റർ, അങ്ങനെ പല ഇലക്ട്രോണിക്സിലേക്കും പോകും. അതേപോലെ കമ്പ്യൂട്ടേഷൻ ഫിസിക്സ്, എങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ പവർ നമ്മൾ ഫിസിക്സിൻ്റെ പല കാര്യങ്ങളും സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുക എന്നതാണ് അതിൽ വരുന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സ് നമുക്കറിയുന്ന നോർമൽ മെക്കാനിക്സ് ആണ്, അത് കുറച്ചുകൂടി ഹയർ ലെവലായിട്ട് പോകും. അതേപോലെ ഒപ്റ്റിക്സ് ആൻഡ് ഫോട്ടോണിക്സ്, ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് നോർമൽ നമ്മൾ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടല്ലോ അതൊക്കെയാണ്. ബട്ട് ഫോട്ടോണിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിൽ എന്താണ്, ഇലക്ട്രോൺസിന്റെ കൺട്രോൾ ചെയ്യാണ്, ഇലക്ട്രോണിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോണിക്സിൽ എന്താണ്, ഫോട്ടോൺസിനെ കൺട്രോൾ ചെയ്യും. സോ നമുക്ക് ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ടാക്കുന്ന പോലെ, ഒരു IC ചിപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഇതേപോലെ ഫോട്ടോണിക്സ് വെച്ചിട്ട് ലൈറ്റിൻ്റെ ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ്, ഒരു ഒപ്റ്റിക്കൽ ചിപ്പ് എന്ന് വരാം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, സോ അതൊരു ഫീൽഡാണ്. ഒപ്റ്റോ ഇലക്ട്രോണിക്സ് എന്നൊരു ഫീൽഡ് ഉണ്ട്, ഒപ്റ്റിക്സും ഇലക്ട്രോണിക്സും കൂടി കമ്പൈൻ ചെയ്തിട്ട്. ആൻഡ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, ഇതാണ് നമ്മുടെ സോളിഡ്, എങ്ങനെയാണ് സോളിഡ് നോർമൽ കുറച്ചുകൂടി അതിന് നാനോ സ്കെയിൽ, മൈക്രോ സ്കെയിലിൽ പോയിട്ട് നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കും. സോ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് നിങ്ങൾ പഠിച്ചു കാണും, അതല്ല കുറച്ചുകൂടി ന്യൂ ടോപ്പിക്കാണിത്. ഇതിലാണ് സെമി കണ്ടക്ടേഴ്സ് ഒക്കെ എങ്ങനെ വർക്ക് ആവുന്നതൊക്കെ പഠിക്കാനുള്ളത്. എവിടെയൊക്കെ പഠിക്കാം? ഞാൻ പഠിക്കുന്ന IIT ഡൽഹിയാണ്. ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ഇന്ത്യ. അതേപോലെ IIT ബോംബെ, IIT ഡൽഹിയിലും ബെറ്റർ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിപ്രായത്തിൽ IIT ബോംബെയിൽ തന്നെയാണ്. അതേപോലെ IIT മദ്രാസ്, പിന്നെ IIT റൂർക്കി, IIT ഗുവാഹത്തി, IIT ഹൈദരാബാദ്. പിന്നെ ഇതാണ് IITസിലുള്ളത്. IITസിലല്ലാത്ത കുറച്ച് NITസിലുണ്ട്, വളരെ ചുരുക്കം NITസിലേ ഉള്ളൂ. ഈ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ IITസിലും NITസിലും ഇല്ല. ഓക്കെ, എല്ലാ കോളേജിലും ഇല്ല, അപൂർവ കോളേജിലേ ഉള്ളൂ. പിന്നെ DTU, ഡൽഹി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി ആണത്.
ആൻഡ് ഓരോ ഐ ഐ ടിയിലും ഓരോ ഇപ്പോൾ ഡി ടി ആയാലും ഐ ഐ ടീസ് ആയാലും എൻ ഐ ടിസ് ആയാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസിൽ വ്യത്യാസം വരും. കേരളത്തിൽ എവിടെ? കേരളത്തിൽ ഐ എസ് ടി തിരുവനന്തപുരത്തുണ്ട്. ഐ എസ് ടി തിരുവനന്തപുരത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബി ടെക് ഇൻ എഞ്ചിനീയറിംഗ് ഫിസിക്സ് പ്ലസ് എം ടെക് കോഴ്സാണ്. എം ടെക്കിൽ നമുക്ക് ആസ്ട്രോ ഫിസിക്സ് സെക്ടറിലേക്ക് ആ ഇതാണ് പഠിക്കുക. ഹയർ സ്റ്റഡീസ് ആയിട്ട് എം ടെക് ഫീൽഡാക്കി നമ്മൾ പഠിക്കാം. അതുപോലെ എൻ ഐ ടി കാലിക്കറ്റിലും ഉണ്ട് എഞ്ചിനീയറിംഗ് ഫിസിക്സ്, വേറെ കോളേജസിലൊന്നുമില്ല. ഇൻഡസ്ട്രീസ്, എഞ്ചിനീയറിംഗ് ഫിസിക്സ് പഠിച്ച ഒരു സ്റ്റുഡൻസ് പോകുന്ന ഇൻഡസ്ട്രി ഏതാ നോക്കാം. ബേസിക്കലി മെയിനായിട്ടും പോവുക റിസർച്ചിലേക്കാണ്. കാരണം ബാക്കിയുള്ള ഡിഗ്രീനേക്കാളും ബാക്കിയുള്ള ബി ടെക് ഡിഗ്രീനേക്കാളും കൂടുതൽ റിസർച്ച് ഓറിയൻറ്റഡ് ആണ് എന്ത് എഞ്ചിനീയറിംഗ് ഫിസിക്സ് ഡിഗ്രി. പിന്നെ പോകുന്നതാണ് ഒപ്റ്റോ ഇലക്ട്രോണിക്സ്. ഒപ്റ്റോ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞാൽ ഒപ്റ്റിക്കൽ ചിപ്സ്, അതിൻ്റെ ഒരു മിക്സിംഗ് ആണ്. ലൈക്ക് ഒപ്റ്റിക്സും അതുപോലെ ഇലക്ട്രോണിക്സിൻ്റെ ഒരു മിക്സിംഗ് ആയിട്ടുള്ള ഒരു സെക്ടറാണത്. ലൈക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻസ്, LCD സ്ക്രീൻസ്, LED സ്ക്രീൻസ്, അതൊക്കെ അതിൽ വരുന്നതാണ്. പിന്നെ അതേപോലെ ഈ ഒപ്റ്റോ ഇലക്ട്രോണിക്സിൽ പലരും എം ടെക് എടുക്കാൻ പോകും. ബി ടെക് കഴിഞ്ഞ് എം ടെക് ഇൻ ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ഉണ്ട്. ഇപ്പോൾ IIT ഡൽഹിയിൽ ആ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അതേപോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിക്സ് കൂടി ചേർന്നിട്ടാണ്. ഓക്കെ, ദെൻ ഇലക്ട്രോണിക്സ്, കുറച്ച് ഇലക്ട്രിക്കൽ സബ്ജക്ട്സ് പഠിക്കുന്നതുകൊണ്ട് കുറച്ച് പേര് ഇലക്ട്രോണിക്സ് ഫീൽഡിലേക്കും പോകാറുണ്ട്. അടുത്ത എഞ്ചിനീയറിംഗ് ഫിസിക്സ് കമ്പനീസ് ഏതാ നോക്കാം. ഇവിടെ നോക്കിയ കമ്പനി ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല, ഒരു ഫോട്ടോ കൊടുത്തിട്ടില്ല. ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് ഫീൽഡ്സിനെ പറ്റി പറയുന്ന നേരത്തെ കുറച്ച് കമ്പനീസിൻ്റെ ലോഗോ കാണാം, പക്ഷേ ഇവിടെ ഞാൻ ഒന്നും കൊടുത്തില്ല. അതെന്തേ? എഞ്ചിനീയറിംഗ് ഫിസിക്സിന് കമ്പനീസ് ഇല്ലേ? അഥവാ തീരെ കമ്പനീസ് വരാറില്ലേ, അവർ പ്ലേസ്ഡ് ആവാറില്ലേ എന്നൊക്കെ ഒരു ഡൗട്ട് വരും. സോ ആക്ച്വലി സത്യാവസ്ഥ എന്താ വെച്ചാൽ എഞ്ചിനീയറിംഗ് ഫിസിക്സിന് കോറായിട്ടുള്ള കമ്പനീസ് ഇല്ല. കോർ കമ്പനീസ് എന്ന് പറയുന്നത് ഇപ്പോൾ സപ്പോസ് കമ്പ്യൂട്ടർ സയൻസിന് കോറായിട്ടുള്ള ഒരു കമ്പനിയാണ് മൈക്രോസോഫ്റ്റ്. അതേപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് കോറായിട്ടുള്ള കമ്പനിയാണ് ഇന്റൽ. ഓക്കെ, അവർ പഠിച്ച മെയിൻ കാര്യമാണ് അതിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ആ കമ്പനീസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ എഞ്ചിനീയറിംഗ് ഫിസിക്സിന് കോറായിട്ടുള്ള ഒരു കമ്പനിയും ഇല്ല. പിന്നെ ഉള്ള കമ്പനി എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ISRO. ഓക്കെ, ISRO എന്നത് ഒരു എയറോസ്പേസ് ഓർഗനൈസേഷനാണ്, ഗവൺമെൻറ് പബ്ലിക് ഓർഗനൈസേഷനാണ്. ISRO IITസിലും അതേപോലെ NITസിലും അതുപോലെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ISTയിലും വന്നിട്ട് എഞ്ചിനീയറിംഗ് ഫിസിക്സ് സ്റ്റുഡൻസിനെ പ്ലേസ് ചെയ്യാറുണ്ട്. ബേസിക്കലി അവർക്ക് ഫിസിക്സ് അറിയാം. അതേപോലെ ISROക്ക് വേണ്ടിയ ഒരു കാര്യമുണ്ട്, അതാണ് പ്രൊപ്പൾഷൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്യണ ഫ്യൂവൽ. ISRO യൂസ് ചെയ്യുന്ന ഫ്യൂവൽ കൂടുതലും സോളിഡ്സ് ടൈപ്പിലായിരിക്കും. അപ്പോൾ അതിനെ പറ്റിയിട്ട് അതിനെങ്ങനെ എഫിഷ്യൻ്റ് ആക്കാനുള്ളത് നമ്മൾ പഠിക്കുന്നത് കൂടുതലും ഏത് ടോപ്പിക്കിലാണ്? സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് എന്ന ടോപ്പിക്കിൽ വരുന്നതാണ്. അപ്പം സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് പഠിച്ചൊരു ആരാണ് പഠിച്ചിട്ടുണ്ടാവുക? ഒരു എഞ്ചിനീയറിംഗ് ഫിസിക്സ് സ്റ്റുഡൻ്റ് ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അതൊരു എഞ്ചിനീയറിംഗ് ടൈപ്പിൽ പഠിച്ചത് ആരാ? എഞ്ചിനീയറിംഗ് ബിടെക്കിന് എഞ്ചിനീയറിംഗ് ഫിസിക്സ് സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, BSc ഫിസിക്സ് സ്റ്റുഡൻറ്റിനേക്കാളും. അപ്പോൾ അവർ വന്നിട്ട് ISTയിലും NITയിലും കാലിക്കറ്റിലും അതേപോലെ IITസിലും വന്നിട്ട് പ്ലേസ്മെൻറ്റിന് വരാറുണ്ട്. അതേപോലെ വേറൊരു കമ്പനി നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒപ്റ്റോ ഇലക്ട്രോണിക്സിൽ നമ്മൾ അത്യാവശ്യം സ്പെഷ്യലൈസേഷനൊക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ചധികം കോഴ്സൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സോണി പോലുള്ള കമ്പനീസിൽ നമുക്ക് പ്ലേസ്മെൻറ്റ് വരാറുണ്ട്. പിന്നെ കുറച്ചുകൂടി ഇലക്ട്രിക്കൽ കമ്പനീസിലും നമുക്ക് സാധ്യത ഉണ്ട്. അപ്പം പ്ലേസ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതൽ പേരും കോർ കമ്പനീസ് ഇല്ലല്ലോ, കൂടുതൽ പേരും ഇങ്ങനത്തെ റിലേറ്റഡ് കമ്പനീസ് പോകും. പിന്നെ പോകുന്നത് ഇപ്പം എല്ലാവർക്കും ISROയിലും സോണി അങ്ങനത്തെ കമ്പനീസിലൊന്നും പോകാൻ കഴിയില്ലല്ലോ. പിന്നെ കൂടുതൽ പേരും പോവുക നോൺ കോർ കമ്പനീസിലാണ്. അപ്പോൾ നോൺ കോർ കമ്പനീസ് എന്ന് പറയുന്നത് നോർമലി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എഞ്ചിനീയറിംഗ്, അതേപോലെ ഫൈനാൻസ്, കൺസൾട്ടിങ്, അങ്ങനത്തെ ഫീൽഡിലേക്ക് പോകാറുണ്ട്. ആൻഡ് അത് NITസിലും IITസിലും അങ്ങനത്തെ കമ്പനീസ് വരാറുണ്ട്. ഫൈനാൻസിൻ്റെ കമ്പനി വരാറുണ്ട്, കൺസൾട്ടിങ് കമ്പനീസ് വരാറുണ്ട്. ഇപ്പോൾ കോളേജിൽ എത്തിയിട്ട് അവർ റിസർച്ചിലേക്ക് പോകാൻ താല്പര്യമില്ലെങ്കിൽ അവർ ഇതേപോലെയുള്ള നോൺ കോർ കമ്പനീസിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും അൺപ്ലേസ്ഡ് ആയിട്ട് പോകില്ല. അതേപോലെ സർക്യൂട്ടൽ ബ്രാഞ്ചസും മെക്കും കെമിക്കലും കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ കെമിക്കലിൻ്റെ ഒക്കെ ഒരു ഏരിയയിൽ വരുന്നതാണ്, പ്ലേസ്മെൻറ്റിൽ വെച്ച് നോക്കണ നേരത്തെ വരുന്നതാണ്. ഡിമാൻഡുള്ള ഒരു കാര്യമാണ് എഞ്ചിനീയറിംഗ് ഫിസിക്സ്. എഞ്ചിനീയറിംഗ് ഫിസിക്സിന് ഒറ്റ കുഴപ്പമുള്ളൂ, കോറായിട്ടുള്ള കമ്പനീസ് ഇല്ല. ഓക്കെ, ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് ഫീൽഡ്സിന് പോലെ. അപ്പോൾ സാലറി നോക്കുകയാണെങ്കിൽ ഇത് IITത്തെ മീഡിയൻ പാക്കേജാണ്. IIT മദ്രാസത്തെ കഴിഞ്ഞ കൊല്ലത്തെ ഡാറ്റ വിട്ടിട്ടില്ല, കഴിഞ്ഞ കൊല്ലത്തെ മീഡിയൻ പാക്കേജാണ് 17 LP. അപ്പോൾ ഞാൻ പറഞ്ഞ 17 LP എവിടെ നിന്ന് കിട്ടിയതെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ആവാം. ഓക്കെ, കാരണം നമുക്ക് കോറായിട്ടുള്ള കമ്പനീസ് ഇല്ലല്ലോ. അപ്പം സോഫ്റ്റ്വെയർ കമ്പനിയോ വേറെ ഏതോ കൺസൾട്ടിങ്ങോ
അവരൊക്കെ കൊടുക്കുന്ന സാലറിയാണ്. ഇപ്പം നമ്മൾ ബ്രാഞ്ച് വൈസ് സാലറി നോക്കുകയാണെങ്കിൽ കൂടുതൽ IITസിനും അവർ പ്ലേസ് റിപ്പോർട്ട് ഇടുന്ന നേരത്ത് ആ ബ്രാഞ്ച് പഠിച്ച ആൾക്കാർ പോയ സാലറിയാണ്. അല്ലാതെ ആ ബ്രാഞ്ച് പഠിച്ച ആ കോർ കമ്പനീസ് പോയതിൻ്റെ സാലറി എല്ലാവരും കാണിക്കുക, ഈ അവറേജ് സാലറി ഒക്കെ. ഓക്കെ, സോ ഇപ്പം എഞ്ചിനീയറിംഗ് ഫിസിക്സ് പഠിച്ചിട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഡിപ്പെൻഡൻറ്റ് കമ്പനീസ്, അങ്ങനത്തെ കമ്പനീസ് പോയവരാവാം, അല്ലാതെ ആവാം. ഓക്കെ, സോ ഇതാണ് പാക്കേജ് ഡീറ്റെയിൽസ്. പിന്നെ ഹയർ സ്റ്റഡീസ് നോക്കുകയാണെങ്കിൽ MTech MS എടുക്കാം, ഒപ്റ്റോ ഇലക്ട്രോണിക്സ് ഞാൻ ആദ്യം പറഞ്ഞു എന്താണെന്ന്. പിന്നെ ന്യൂക്ലിയർ എഞ്ചിനീയറിംഗ്. ഓക്കെ, സോ ന്യൂക്ലിയർ റിയാക്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ന്യൂക്ലിയർ റിയാക്ഷൻസ് ഒക്കെ പഠിക്കുന്ന ഒരു ഫീൽഡാണ്, ഇൻട്രസ്റ്റിംഗ് ഫീൽഡാണ്. പിന്നെ നാനോ ടെക്നോളജി, ഓക്കെ, എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു എന്താണുള്ളത്. പിന്നെ മെറ്റീരിയൽ സയൻസ്, അപ്പോൾ മെറ്റീരിയൽ സയൻസിൽ കൂടുതൽ ഫിസിക്സ് ആണ്. അപ്പോൾ നമ്മൾ സോളിഡ് സ്റ്റേറ്റ്സിൽ കുറച്ച് പഠിക്കും, മെറ്റീരിയൽ സയൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. പിന്നെ ഡയറക്റ്റ് PhD പോകും. PhD ചെയ്യാൻ MTech ഒന്നും ആവശ്യമില്ല, എസ്പെഷ്യലി ഫോറിൻ ആണെങ്കിൽ. ഓക്കെ, ഡയറക്റ്റ് നമുക്ക് BTech കഴിഞ്ഞ് PhDയിലേക്ക് പോകാം. ടോപ്പ് ഫോറിൻ യൂണിവേഴ്സിറ്റി, ഇത് QS റാങ്കിങ് പ്രകാരമുള്ളതാണ്. ഓഫ്കോഴ്സ് MIT ആണ് ഫസ്റ്റ് ഉള്ളത്, അതേപോലെ ഹാർവാർഡ്, പിന്നെ ഓക്സ്ഫോർഡ് UK പിന്നെ സ്റ്റാൻഫോർഡ് അത് USA ആണ്, പിന്നെ കാംബ്രിഡ്ജ് UK പിന്നെ കാൽടെക് USA, പിന്നെ UCB USA, ETH സൂറിച്ച് സ്വിറ്റ്സർലൻഡ്, അതുപോലെ ടോക്കിയോ യൂണിവേഴ്സിറ്റി ജപ്പാൻ, പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി USA. അപ്പോൾ എൻ്റെ പല സീനിയേഴ്സും ഇതേപോലെയുള്ള കോളേജസ്, എൻ്റെ ഒരു സീനിയർ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് PhDക്ക്. അതേപോലെ വേറെ സീനിയർ അമേരിക്കയിൽ PhDക്ക് പോയിട്ടുണ്ട്. ഇനി ആര് ചൂസ് ചെയ്യണം എഞ്ചിനീയറിംഗ് ഫിസിക്സ്? ഓഫ് കോഴ്സ് മാത്സ് ആൻഡ് ഫിസിക്സ് എന്തൂസിയാസ്റ്റ്. മാത്സും ഫിസിക്സും അത്യാവശ്യം നല്ല ലെവലിൽ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം, അത്യാവശ്യം സെറ്റായിരിക്കണം. ഓക്കെ, അതല്ലാതെ പോയിട്ട് എടുത്താൽ റെഡി ആവില്ല, അക്കാഡമിക്ക് റെഡി ആവില്ല. പിന്നെ ഇൻട്രസ്റ്റ് ഇൻ റിസർച്ച്, വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അത്യാവശ്യം കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് വേണം. റിസർച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ കോഴ്സിൽ റിസർച്ച് ടൈപ്പായിട്ടാണ്, റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. സോ കുറച്ചെങ്കിലും ഇൻട്രസ്റ്റ് വേണം, വലിയ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും. പിന്നെ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളാവണം. അതേപോലെ പ്രോബ്ലം സോൾവിങ്, ഓക്കെ, ഫിസിക്സ് ആണ്, പ്രോബ്ലം സോൾവിങ് ആണ് മെയിൻ കാര്യം. നമ്മുടെ ഫിസിക്സ് കോൺസെപ്റ്റ് റെഡി ആക്കണമെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യണം, റിയൽ ലൈഫ് പ്രോബ്ലം അല്ലാത്ത പ്രോബ്ലം, തിയറിറ്റിക്കൽ പ്രോബ്ലം സോൾവ് ചെയ്യണം. അപ്പോൾ ആ മൈൻഡ് സെറ്റ് ഉള്ളതാണ്. പിന്നെ അനലിറ്റിക്കൽ തിങ്കിങ് എല്ലാ എഞ്ചിനീയറിനും വേണ്ടിയ ഒരു കാര്യമാണ്. പിന്നെ സീക്ക് വെർസാറ്റിലിറ്റി. സോ എന്താ ഉദ്ദേശിച്ചത് വെച്ചാൽ പല ഫീൽഡിലേക്കും, ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ എഞ്ചിനീയറിംഗ് ഫിസിക്സിന് കോറായിട്ടുള്ള കമ്പനീസ് ഇല്ല, എഞ്ചിനീയറിംഗ് ഫിസിക്സിന് സ്വന്തമായിട്ടുള്ള കമ്പനീസ് ഇല്ല. അപ്പം പല ഫീൽഡിലേക്കും പോകാൻ തയ്യാറുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ ഈ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എന്ന ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, സോ അഥവാ നിങ്ങൾക്ക് റാങ്ക് വന്നു, ഓക്കെ, റാങ്കിൽ നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടൽ ബ്രാഞ്ചസ് കിട്ടില്ല, പിന്നെ ഇതിലേക്ക് പോയാലും കുഴപ്പമില്ല, എല്ലാം റെഡിയാണ്, ഫിസിക്സ് ഇതേപോലെ ഈ ക്വാളിറ്റീസൊക്കെ ഉണ്ട്, ഫിസിക്സ് മാത്സും ആണ് ഇഷ്ടം, അങ്ങനെയെങ്കിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് എടുക്കാം. നിങ്ങൾക്ക് കോളേജിലെത്തിയിട്ട് തീരുമാനിക്കാം ഏത് ഫീൽഡിലേക്ക് പോകണം, റിസർച്ചിലേക്ക് പോകണം, അതേ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എഞ്ചിനീയറിംഗിലേക്ക് പോകണം, അല്ല വേറെ ഏതേ ഫീൽഡിലേക്ക് പോകണം ഉള്ളത് അവിടെ എത്തിയിട്ട് കോളേജിൽ എത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാം. അതനുസരിച്ചിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, ആ 4 ഇയർ അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ മതി. സോ ആ ഒരു ചോയ്സ് തരുന്നൊരു ഫീൽഡാണ്. അത്യാവശ്യം അക്കാഡമിക്കലും നമ്മുടെ മൈൻഡ് ആ രീതിയിൽ എത്തിക്കുന്ന ടോപ്പിക്സ് ആണ് അതിൽ പഠിപ്പിക്കുന്നത്. സോ അതാണ് എഞ്ചിനീയറിംഗ് ഫിസിക്സ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം, ഞാൻ റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.